ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിധി ഗൗതമിൻ്റെ ജീവന് ഒരാപത്തും വരരുത് എന്ന് കരുതി അമ്പലത്തിൽ പോയിട്ട് ഒരുപാട് പ്രാർത്ഥനകളും വഴിപാടുകളും എല്ലാം തന്നെ ചെയ്യുകയാണ്. അങ്ങനെ നിധി എല്ലാ കാര്യങ്ങളും ചെയ്ത ശേഷം വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരാൻ കേട്ടോ. ഈ സമയം നിധി പാറുവിനോട് ചോദിക്കുകയാണ്, എന്തായി അമ്മ, ഗൗതം സാറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അങ്ങനെ പാറുവൊക്കെ കരഞ്ഞുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. ഈ സമയത്ത് വസുന്ധരയാണെങ്കിലോ നിധിയെ കാണുമ്പോൾ വീണ്ടും അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. അവളുടെ ഒരു വഴിപാട് അവൾ ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. എൻ്റെ മോൻ്റെ ജീവൻ ഓപ്പറേഷൻ കഴിഞ്ഞാലാണ് ശരിയാവുകയുള്ളൂ, അല്ലാതെ നിൻ്റെ വഴിപാട് കൊണ്ടൊന്നും എൻ്റെ മോൻ്റെ ജീവന് ഒരു രക്ഷയും വരില്ല എന്നുള്ള ഭാവത്തിൽ ദേഷ്യത്തോട് കൂടിയിട്ട് തന്നെയാണ് വസുന്ധര നിധിയെ നോക്കുന്നത്. അങ്ങനെ പാറു പറയുകയാണ്, മോള് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, മോള് മനസ്സുരുകിയ ദൈവത്തിനോട് പ്രാർത്ഥിച്ചതല്ലേ, എല്ലാം ശരിയാവും, ഗൗതമിൻ്റെ ജീവന് ഒരു ആപത്തും വരില്ല എന്നൊക്കെ പറഞ്ഞ് നിധിയെ അങ്ങ് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗോപിനാഥ് കൂടി അങ്ങ് ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ വസുന്ധര അങ്ങ് നിധിയെ അങ്ങ് കുത്തി നോവിച്ചുകൊണ്ട് പറയുകയാണ്, നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നിന്നെ എൻ്റെ ഗൗതം മോൻ കല്യാണം കഴിച്ചാൽ അവൻ്റെ ജീവിതത്തിലെ എല്ലാ ആപത്തുകളും പോവുമെന്നാ പറഞ്ഞത്. എന്നിട്ടിപ്പോൾ എന്തുണ്ടായി, എൻ്റെ മോന് വീണ്ടും ഈ അപകടം വന്നില്ലേ, നിന്നെ കല്യാണം കഴിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു കാര്യവുമില്ല, എൻ്റെ മോൻ്റെ ജീവന് ഒരു രക്ഷയും. നീയും ആ ജോത്സ്യരും കൂടി കള്ളത്തരം കാട്ടിയാണോ എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എന്ന് പോലും എനിക്കിപ്പോൾ സംശയമുണ്ട് എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ ഗോപിനാഥ് പറയുകയാണ്, എന്താ വസു നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഈ സമയത്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടത് എന്ന് പറയാട്ടോ. അപ്പോൾ പാറു പറയണേ, വസുന്ധര നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്, എൻ്റെ മോൻ്റെ ജീവന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ചെയ്യുന്നത് എന്നങ്ങ് പറയുമ്പോൾ, നിങ്ങളുടെ സംസാരം കേട്ടാൽ നിങ്ങളുടെ മാത്രം മോനാണ് ഗൗതം എന്നങ്ങ് തോന്നുമല്ലോ, ഞാൻ പിന്നെ ഇവിടെ എന്തിനാണ് നിൽക്കുന്നത്, ഞാൻ ഇവിടെ കാണാനുള്ള രസം കൊണ്ട് നിൽക്കുകയാണെന്നാണോ നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഗോപിനാഥ് അങ്ങ് പറയാണ്, വസു നീ ഈ സമയത്ത് വെറുതെ വഴക്കുണ്ടാക്കല്ലേ, ഇനി ഒന്നും മിണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താവും ഡോക്ടർ അങ്ങ് പുറത്തേക്ക് വരികയാണ് കേട്ടോ. ഡോക്ടറെ കണ്ടതോടുകൂടി നിധി അങ്ങ് അടുത്തേക്ക് ചെന്നിട്ട്, എന്തായി ഡോക്ടർ, എൻ്റെ ഗൗതം സാറിന് ഒരു കുഴപ്പവും ഇല്ലല്ലോ, എൻ്റെ ഗൗതം സാറിന് വേണ്ടി ഞാൻ ഒരുപാട് പ്രാർത്ഥനയും വഴിപാടുമൊക്കെ കഴിച്ചിട്ടാണ് വരുന്നത്, എൻ്റെ ഗൗതം സാറിന് ഒരു കുഴപ്പവും വരില്ല, എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ കരഞ്ഞോണ്ട് പറയാം കേട്ടോ. അങ്ങനെ നിധിയുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ ഡോക്ടർക്ക് തന്നെ നിധിയോടൊരു ഭാവം തോന്നാട്ടോ. അങ്ങനെ പറയുകയാണ്, ഈ കുട്ടിയുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് മാത്രമാണ് ഓപ്പറേഷനൊക്കെ വിജയകരമായി നടന്നു, ഇനി ഒരു കുഴപ്പവുമില്ല, ഗൗതം അപകട നില തരണം ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ റൂമിലേക്ക് മാറ്റുന്നതാണ് എന്നൊക്കെ അങ്ങ് പറയാൻ കേട്ടോ. അപ്പോൾ വസുന്ധരയ്ക്ക് അതങ്ങ് പിടിക്കില്ല കേട്ടോ. നിധിയുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ വസുന്ധര പറയുക, നിങ്ങളെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, നിങ്ങളൊരു ഡോക്ടറല്ലേ, അല്ലാതെ ജോത്സ്യരെ പോലെയാണോ നിങ്ങൾ സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഞാനൊരു ഡോക്ടറൊക്കെ തന്നെയാണ് മാഡം, പക്ഷേ ഞാനൊരു മനുഷ്യന് കൂടിയാണ്, ഞങ്ങൾ ഡോക്ടർമാരൊക്കെ ഓപ്പറേഷന് കയറുന്ന സമയത്ത് ഞങ്ങളുടെ കഴിവ് കൊണ്ട് മാത്രമല്ല ഒരു ജീവൻ രക്ഷിക്കുന്നത്, ദൈവത്തിൻ്റെ കാരുണ്യവും സഹായവും കൊണ്ട് മാത്രമാണ് ഒരു ഓപ്പറേഷൻ വിജയകരമായി കഴിയുന്നത്, അതിലുകൂടി ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് മാഡം. അത് ബഹിരാകാശത്തേക്ക് പോകുന്നവർ പോലും ആദ്യം ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടാണ് അവർ പോകുന്നത് എന്ന് കൂടി അങ്ങ് പറയട്ടോ. അപ്പോൾ വസുന്ധരയ്ക്ക് ഉത്തരം മുട്ടിപ്പോവാണ് കേട്ടോ. ഗൗതമിനെ റൂമിലേക്ക് മാറ്റുന്ന സമയത്ത് എല്ലാവരും കൂടി പോയി കാണരുത്, ഓരോരുത്തരായി മാത്രം പോയി കണ്ടാൽ മതി എന്നും പറഞ്ഞ് ഡോക്ടർ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ്. അങ്ങനെ ഗൗതമിനെ കാണാൻ വേണ്ടിയിട്ട് നിധി അങ്ങ് പോവാൻ നിൽക്കുമ്പോൾ വസുന്ധര പറയണേ, നീയല്ല എൻ്റെ മോനെ കാണേണ്ടത്, ഞാനാണ്, എനിക്കാണ് ആദ്യം കാണാനുള്ള അവകാശം എന്ന് പറയുമ്പോൾ, നിൽക്ക് മേഡം, എനിക്കാണ് ഏറ്റവും കൂടുതൽ അവകാശം, ഈ നിൽക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ അവകാശം ഗൗതം സാറിനെ കാണാൻ വേണ്ടി പോവാനുള്ളത് എനിക്ക്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, ഈ നിൽക്കുന്ന പാറു അമ്മ പോലും സ്വന്തം മകനെ കാണാൻ വേണ്ടി പോകുന്നില്ല, പിന്നെയാണ് വസുന്ധര മേഡം പോകാൻ നിൽക്കുന്നത്, അതുകൊണ്ട് വസുന്ധര മേഡം ഇവിടെ നിന്നാൽ മതി, ആദ്യം ഞാൻ പോയി ഗൗതം സാറിനെ കാണട്ടെ എന്നും പറഞ്ഞ് നിധി അങ്ങ് പോവാൻ കേട്ടോ. അപ്പോഴൊക്കെ വസുന്ധരയ്ക്ക് ഇങ്ങനെ നിധിയോട് തീരാത്ത ദേഷ്യം ഇങ്ങനെ വരാൻ കേട്ടോ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ പല തവണയായി അപമാനിക്കുന്നു, നിനക്കുള്ളതൊക്കെ ഞാൻ ഒന്നിച്ചു തരാമിടി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വസുന്ധര അങ്ങനെ ചിന്തിച്ചു കൂട്ടാണ്. അങ്ങനെ ഗൗതമിനെ കാണാൻ വേണ്ടി ഗൗതമിൻ്റെ റൂമിലേക്ക് അങ്ങ് കയറി പോവാൻ കേട്ടോ നിധി. ആ സമയത്ത് ഗൗതം ബോധമില്ലാതെ തന്നെ കിടക്കുകയാണ്. അങ്ങനെ ഗൗതമിനെ കാണുന്ന സമയത്ത് വഴിപാട് ചെയ്തിട്ടുള്ള പ്രസാദം ഗൗതമിൻ്റെ നെറ്റിയിൽ അങ്ങ് നിധി അങ്ങ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് നിധി കരഞ്ഞുകൊണ്ട് തന്നെ, ഗൗതം സാറിന് ഒന്നും വരില്ല, ഒരു കുഴപ്പവും വരില്ല, ഗൗതം സാർ പഴയതുപോലെ കളിയും ചിരിയും ഉഷാറോട് കൂടി തന്നെ ഗൗതം സാർ തിരികെ വരും, ഗൗതം സാറിന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ, എനിക്ക് ഗൗതം സാർ ഇല്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, എൻ്റെ ഗൗതം സാറിനെ ഞാൻ അത്രയ്ക്കധികം സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ കരഞ്ഞുകൊണ്ട് പറയാൻ കേട്ടോ. അങ്ങനെ നിധിയുടെ കണ്ണുനീര് ഗൗതമിൻ്റെ കവിളിൽ അങ്ങ് ഉറ്റുകയാണ് കേട്ടോ.
അപ്പോൾ ആ കണ്ണുനീര് തട്ടിയതോടുകൂടി ഗൗതം അങ്ങ് കണ്ണ് തുറക്കുകയാണ്. എന്നിട്ട് ഗൗതം ഇങ്ങനെ പരിസരമൊക്കെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ നിധി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കാണുന്ന സമയത്ത് ഗൗതമിൻ്റെ മനസ്സിൽ മിഥുൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ആ വീഡിയോസും എല്ലാം തന്നെ ഇങ്ങനെ ഓർമ്മ വരികയാണ് കേട്ടോ. അപ്പോൾ നിധി അങ്ങ് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ ഗൗതമിനെ. സാറിന് ഒരു കുഴപ്പവും വരില്ല, സാറ് പഴയതിലും ഉഷാറായിട്ട് തന്നെ സാറ് എണീക്കും, സാറിൻ്റെ ഓപ്പറേഷനൊക്കെ മംഗളകരമായി തന്നെ നടന്നിട്ടുണ്ട്, 2 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഗൗതമിനെ നിധി അങ്ങ് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ് നിധി, എന്തിനാണ് ഗൗതം സാർ ഇങ്ങനെ ശ്രദ്ധയില്ലാതെ വാഹനം ഓടിച്ചത്? അതുകൊണ്ടല്ലേ ഇങ്ങനെ വന്നത്? എന്തെങ്കിലും ടെൻഷൻ ഗൗതം സാറിൻ്റെ മനസ്സിലുണ്ടോ? എന്തു പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചറിയാൻ കേട്ടോ നിധി. അങ്ങനെ ഗൗതമിനോട് പറയുകയാണ്, സാറിന് ഒരു കുഴപ്പവും വരില്ല, ഞാൻ അമ്പലത്തിൽ പോയി വഴിപാടുകളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി സാറിന് ഒരു കുഴപ്പവും വരില്ല എന്നൊക്കെ പറഞ്ഞ് നിധി അങ്ങ് പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഗൗതം നിധിയുടെ കൈ അങ്ങ് കയറി പിടിക്കാൻ കേട്ടോ. എന്നിട്ട് ഗൗതം മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, ഇത്രയും നല്ല മനസ്സുള്ള എൻ്റെ നിധിയെയാണോ അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തിനായിരിക്കും അവൻ എൻ്റെ നിധിയെ എന്നിൽ നിന്നും അകറ്റാൻ വേണ്ടി നോക്കുന്നത്? ഒരിക്കലും എൻ്റെ നിധിയെ ഞാൻ സംശയിക്കില്ല, എൻ്റെ നിധി അത്രയ്ക്ക് പാവമാണ് എന്നൊക്കെ ഇങ്ങനെ ഗൗതം മനസ്സിലിങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. അങ്ങനെ നിധി ആശ്വസിപ്പിച്ച് ഗൗതം സാർ ഇപ്പോൾ റെസ്റ്റ് എടുക്ക് എന്നും പറഞ്ഞ് നിധി ഗൗതമിൻ്റെ തൊട്ടരികിൽ തന്നെ അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗൗതം അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോവാണ്. ഈ സമയത്ത് മിഥുനാണെങ്കിൽ ഒന്നും അറിയാത്ത ഭാവത്തിൽ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് കള്ളക്കണ്ണീരോട് കൂടി തന്നെയാണ് മിഥുൻ അങ്ങ് വരുന്നത്. അങ്ങനെ മിഥുനെ കാണുന്ന സമയത്ത് വസുന്ധര ഒന്നങ്ങ് ഞെട്ടിപ്പോവാണ്. ഇവനെങ്ങാനും ഇവരുടെ മുന്നിൽ വെച്ച് ഞാനുമായിട്ട് പരിചയമുണ്ട് എന്നെങ്ങാനും പറയുമോ എന്നുള്ള പേടിയിൽ വസുന്ധര ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. എന്നിട്ട് മിഥുൻ പ്രണവിനോടും ഗോപിനാഥിൻ്റെ അടുത്തേക്കും വന്നിട്ട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ഗൗതം സാറിന് എന്നങ്ങ് ചോദിക്കും. അതിന് നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കാൻ കേട്ടോ. ഞാൻ ഗൗതം സാറിനെ ഇന്നാണ് പരിചയപ്പെട്ടത്, ഗൗതം സാറിന് ഇങ്ങനെ ഒരു അപകടം വന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാത്തതുകൊണ്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞങ്ങ് പൊട്ടിക്കരയുന്ന പോലെ അങ്ങ് അഭിനയിക്കാൻ കേട്ടോ മിഥുൻ. അങ്ങനെ ഗോപിനാഥ് പറയുക, ഗൗതമിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓപ്പറേഷൻ കഴിഞ്ഞു, ഇപ്പോൾ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ മിഥുൻ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ഉള്ളിൽ. ഇയാൾ ചത്തില്ലേ, ഇനിയിപ്പോൾ ഇയാൾ എന്നെ 2ാം മുറി ഞാൻ കൊല്ലേണ്ടി തന്നെ വരികയല്ലോ, എൻ്റെ നിധിയെ സ്വന്തമാക്കാൻ ഇവനെ ഞാൻ കൊല്ലുക തന്നെ എന്നൊക്കെ മനസ്സിലിങ്ങനെ ചിന്തിച്ചു കൂട്ടാൻ. ഗൗതം സാറിനെ ഞാൻ ഇന്നാണ് ഓഫീസിൽ പോയി പരിചയപ്പെട്ടത്, പക്ഷേ എനിക്കിപ്പോൾ പറയാനുള്ളത് അതൊന്നുമല്ല, പിന്നെ എന്താണ് എനിക്ക് പറയാനുള്ളത് എന്ന് ഗോപിനാഥ് ചോദിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ങാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ, നീ എന്താന്ന് വെച്ച കാര്യം പറ, എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, ഞാനും ഗൗതം സാറും ഇന്നാണ് പരിചയപ്പെട്ടത്, പക്ഷേ ഞാനും നിധിയും ഒരുപാട് കാലങ്ങളോളമായി പരിചയമുള്ളവരാണ് എന്ന് പറയുമ്പോൾ പാറു അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പോൾ വസുന്ധര ഇങ്ങനെ ഉള്ളോണ്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, നന്നായിട്ടുണ്ട് നിൻ്റെ പ്രകടനവും നിൻ്റെ അഭിനയവും അസലായിട്ടുണ്ട്, ഈ സമയം തന്നെയാണ് നിധിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ കണ്ണോട് കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മിഥുൻ പറയുകയാണ്, ഞാനും നിധിയും തമ്മിൽ ഒരുപാട് വർഷമായി പരിചയക്കാരാണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിധി അത്ര നല്ലവളൊന്നുമല്ല എന്ന് പറയുമ്പോൾ, ആരാടാ നീ, എന്തിനാടാ നീ ഇവിടേക്ക് കയറി വന്നത്, ഞങ്ങളുടെ മരുമകളെ കുറിച്ച് പറയാൻ നിനക്ക് എന്താടാ അധികാരമുള്ള, മര്യാദക്ക് നീ ഇറങ്ങിപ്പോകുന്നുണ്ടോ എന്നും പറഞ്ഞ് ഗോപിനാഥ് അങ്ങ് ചൂടാവാൻ കേട്ടോ. അപ്പോഴത്തേക്കും പ്രണവിനും അങ്ങ് ദേഷ്യം വരികയാണ്, ഞാൻ പറയുന്നത് കേൾക്കൂ സാർ, ആദ്യം ഞാൻ പറയുന്നത് കേട്ടാലല്ലേ നിങ്ങൾ ഇങ്ങനെ ചൂടാവേണ്ടതുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ, നിന്നോടല്ലേ പറഞ്ഞത് മര്യാദക്ക് നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ, ഇതൊരു ഹോസ്പിറ്റലാണ് എന്നും പറഞ്ഞ് ഗോപിനാഥ് അങ്ങ് ചൂടാവുമ്പോൾ, ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങളാകെ ഞെട്ടിപ്പോവും, നിങ്ങൾക്ക് ഇപ്പോഴല്ലേ നിങ്ങളുടെ മരുമകളായത് നിധി, പക്ഷേ എൻ്റെ നിധി എൻ്റെ ഭാര്യയായിരുന്നു, ഇത്രയും കാലം ഞാനും നിധിയും ഒരുമിച്ചാണ് ജീവിച്ചത്, എൻ്റെ ഭാര്യയാണ് നിധി എന്നങ്ങ് പറയുമ്പോൾ ഗോപിനാഥും പാറുവും പ്രണവും ഒക്കെ അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പോൾ വസുന്ധര അങ്ങ് അഭിനയിച്ചുകൊണ്ട് പറയും, എന്താടാ നീ പറയുന്നത്, നിധി ഞങ്ങളെ വീട്ടിലെ മരുമകളാണ് എന്ന് പറയുമ്പോൾ, നിങ്ങളെ വീട്ടിലെ മരുമകളാകുന്നതിൻ്റെ മുന്നേ എൻ്റെ ഭാര്യയായിരുന്നു, എനിക്ക് ഇക്കാര്യം ഗൗതം സാറിനോട് പറയണം, എവിടെയാണ് ഗൗതം സാർ എന്നും പറഞ്ഞ് മിഥുൻ അങ്ങ് ബഹളം വെക്കാൻ കേട്ടോ. അപ്പോൾ ഗോപിനാഥ് പറയുക, മര്യാദക്ക് നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ, വായ തോന്നിയതൊന്നും പറയാനുള്ള സ്ഥലമല്ല ഇവിടെ, നിന്നോടല്ലടാ ഇറങ്ങിപ്പോവാൻ വേണ്ടി ഇല്ല, എനിക്ക് ഗൗതം സാറിനോട് ഇക്കാര്യം പറഞ്ഞേ മതിയാവൂ എന്നും പറഞ്ഞ് മിഥുൻ അങ്ങ് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗോപിനാഥൻ അങ്ങ് ദേഷ്യം വന്ന് മിഥുനോട് പറയുകയാണ്, നിന്നോടല്ലടാ ഇറങ്ങിപ്പോവാൻ വേണ്ടി പറഞ്ഞത് എന്നും പറഞ്ഞ് ഗോപിനാഥ് മിഥുൻ്റെ കവള് നോക്കിയിട്ട് ഒന്നങ്ങ് പൊട്ടിച്ചു കൊടുക്കണ്ടേ, ഇറങ്ങിപ്പോടാ റാസ്കൽ എന്നും പറഞ്ഞ് ഗോപിനാഥ് അങ്ങ് തള്ളി മാറ്റുകയാണ് കേട്ടോ മിഥുനെ. അങ്ങനെ എന്ത് കാട്ടിയിട്ടും മിഥുൻ അവിടെ നിന്നും പോകുന്ന ലക്ഷണമില്ല. അങ്ങനെ വീണ്ടും മിഥുൻ അങ്ങ് എന്നിട്ട് മിഥുൻ പറയുകയാണ്, ഞാൻ പറയുന്നത് സത്യമാണ്, നിങ്ങൾക്ക് തെളിവ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് മിഥുൻ ബാഗിൽ നിന്നും നിധിയും മിഥുനും കല്യാണം കഴിച്ച
മാരേജ് സർട്ടിഫിക്കറ്റ് അങ്ങ് കാണിച്ചു കൊടുക്കാണ്ട് അതിൻ്റെ ഒരു കോപ്പി എല്ലാവരുടെ കയ്യിലും അങ്ങ് കൊടുക്കുകയാണ്. ഞാൻ പറയുന്നത് സത്യമാണ്, ഇതിലേക്കൊന്ന് നോക്കൂ എന്നും പറഞ്ഞ് അങ്ങ് കൊടുക്കുകയാണ്. അത് കാണുന്ന സമയത്ത് ഗൗതമും പാറുവും പ്രണവും ഒക്കെ ആകെ ഞെട്ടിപ്പോവാൻ കേട്ടോ. അപ്പോൾ വസുന്ധര അങ്ങ് അഭിനയിക്കുകയാണ്, കണ്ണുകൊണ്ട് കാണിക്കുകയാണ്, അസലായിട്ടുണ്ട് മിഥുൻ നിൻ്റെ അഭിനയം എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലേ, സത്യമാണ് ഞാൻ പറഞ്ഞത്, നിധിയെ ഞാൻ കല്യാണം കഴിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും മിഥുൻ അങ്ങ് കരഞ്ഞുകൊണ്ട് തന്നെ പറയുമ്പോൾ ഇറങ്ങിപ്പോടാ എന്നും പറഞ്ഞ് പാറുവിന് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് ആ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയെല്ലാം കീറിക്കളയാണ്ട് ഇറങ്ങിപ്പോടാ എന്നും പറഞ്ഞ് അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ പ്രണവും ഗോപിനാഥും കൂടി മിഥുനെ അങ്ങ് തള്ളി മാറ്റുകയാണ് കേട്ടോ. ഇറങ്ങിപ്പോടാ, ഞങ്ങൾ ഇപ്പോൾ പോലീസിനെ വിളിക്കും, നിങ്ങൾ പോലീസിനെ വിളിക്കണം, എന്നിട്ട് പോലീസിനോട് കൂടി ഈ സത്യം പറയണം, ഞാൻ പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞ് മിഥുൻ വീണ്ടും അങ്ങ് അഭിനയിക്കാൻ കേട്ടോ. അപ്പോഴത്തേക്കും ഗോപിനാഥിനെ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് പ്രണവും ഗോപിനാഥും കൂടിയിട്ടും ഇറങ്ങിപ്പോടാ എന്നും പറഞ്ഞ് മിഥുനെ അങ്ങ് തള്ളി പറഞ്ഞയക്കാണ്. അങ്ങനെ തള്ളി പറഞ്ഞയക്കുന്ന സമയത്ത് മിഥുൻ കിടത്തെ കണ്ണ് വെച്ചിട്ട് ഇങ്ങനെ നോക്കാൻ കേട്ടോ വസുന്ധരയെ. എന്താണ് വേണ്ടത് മാഡം, ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോവണോ അതോ ഇവിടെ തന്നെ നിൽക്കണോ എന്നുള്ള ഭാവത്തിലിട്ടോ. അപ്പോൾ വസുന്ധര കണ്ണോട് കാണിക്കുകയാണ്, ആ തൽക്കാലം നീ അങ്ങ് മാറി, നിധിയും ഗൗതമും അപ്പുറത്തെ സൈഡിലുള്ള റൂമിലുണ്ട് എന്ന് കണ്ണോട് ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ നിധി ഗൗതമിൻ്റെ റൂമിൽ ഇങ്ങനെ ഇരിക്കാവും. ആ സമയത്താവട്ടോ ഡോറ് തുറന്ന് മിഥുൻ അങ്ങ് അകത്തേക്ക് കയറി ചെല്ലാൻ കേട്ടോ. അങ്ങനെ മിഥുനെ കണ്ടതോടുകൂടി നിധി ആകെ അങ്ങ് ഞെട്ടിപ്പോവാൻ കേട്ടോ. അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് വരാനിരിക്കുന്നത്.